കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ 2 മന്ത്രിമാർക്കുള്ള അർഹതയുണ്ടെന്ന് തോമസ് ഉണ്ണിയാടൻ. 4ാം തവണ MLA ആകുന്നതിനാൽ മന്ത്രിസ്ഥാനത്തേക്ക് തന്നെയും പരിഗണിക്കും എന്ന് കരുതുന്നതായി ഇരിങ്ങാലക്കുടയിലെ നിയുക്ത MLA. തൃശൂർ ജില്ലയിൽ നിന്ന് ഒരു മന്ത്രി ആവശ്യമാണെന്നും ഉണ്ണിയാടൻ. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് മന്ത്രിമാർക്ക് അടിപതറി. മന്ത്രി ആർ ബിന്ദുവിനെ മലർത്തിയടിച്ച തോമസ് ഉണ്ണിയാടനാണ് എന്നോടൊപ്പം ഉള്ളത്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് 4ാം ടേം MLA ആവുന്ന ഒരാൾ താങ്കളായിരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത്തവണത്തെ? അതായത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഇത്തവണ UDFന് 4 MLAമാരാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഒരു ടീമായി നിന്നുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വിജയം കൈവരിക്കേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ടീം UDF അതാണ് ഇരിങ്ങാലക്കുട വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എനിക്കുള്ളൊരു സന്തോഷം വെച്ചാൽ 2001 വരെ ഇവിടെ LDF അവർ പിന്തുണയ്ക്കുന്നവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ആദ്യമായൊരു വിജയം UDFന് കൊടുത്തത് ഞാനാണ് 2001. പിന്നെ തുടർച്ചയായിട്ട് വിജയിച്ചു. 3 വട്ടം കഴിഞ്ഞു. പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടായി. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മത്സരിച്ചവരിൽ 8 പേരിൽ 7 പേരും വിജയിച്ചു. അപ്പോൾ ഒരു മന്ത്രിയായി പ്രതീക്ഷിക്കാമോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചുള്ള 7 പേരും വിജയിച്ചു. അപ്പോൾ ഞങ്ങളുടെ പാർലമെൻറ്റ് പാർട്ടി യോഗം കൂടിയിരുന്നു. അതിൽ 2 മന്ത്രിമാർ സ്ഥാനം ഞങ്ങൾ അവകാശപ്പെട്ടതാണ്. അത് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ അതിലൊന്ന് താങ്കളായിരിക്കുമോ? അല്ല, അത് മുന്നണി പാർട്ടിയൊക്കെയാണ് തീരുമാനിക്കേണ്ടത്. തീർച്ചയായിട്ടും പാർട്ടി അങ്ങനെ പരിഗണിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം സീനിയർ ആയിട്ടുള്ള അംഗങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ താങ്കൾക്ക് അതിനുള്ളൊരു അവകാശം ഇല്ലേ? അത് അല്ല, അവകാശത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, അത് പാർട്ടിയാണ്, മുന്നണിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ച പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പ്രസക്തമാണ്. 2001 മുതൽ MLA ആണ്. തുടർച്ചയായി 3 വർഷ കാലഘട്ടം ഉണ്ടായി. 15 വർഷ കാലഘട്ടം ഞാനിപ്പോൾ UDFൻ്റെ MLA ആയിരുന്നു. ഇപ്പോൾ 16ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മാത്രമല്ല, തൃശ്ശൂർ ജില്ലയിൽ നിന്നൊരു മന്ത്രി ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം UDFൻ്റെ ഉള്ളിൽ തന്നെ എന്തായാലും ഉണ്ട്. അതിൽ ഒരാളാകാൻ തോമസ് ഉണ്ണിയാടൻ കഴിയട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.